അതായത് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിന് മുൻപ് തന്നെ നമ്മുടെ കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അപ്പോൾ ഓൾ ഇന്ത്യ പോലെയല്ല, ഈ നീറ്റ് റിസൾട്ട് സബ്മിറ്റ് ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് വന്നിട്ടാണ് നമ്മുടെ ആദ്യ അലോട്ട്മെന്റ് നടക്കുക. രജിസ്ട്രേഷൻ ഫീ എല്ലാവരും കൊടുക്കണം, ബട്ട് ഈ ഒരു ടോക്കൺ ഫീ വേണ്ട. ആൻഡ് ഈ ടോക്കൺ ഫീ നമ്മുടെ കോളേജിൽ ഫീ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്, മെഡിക്കൽ കോളേജിൽ. ഹായ് എവരിവൺ, ദിസ് ഇസ് ഏഞ്ചി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് കൗൺസിലിങ്ങിനെ കുറിച്ചാണ്, കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചാണ്. അപ്പോൾ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാം. ആ ഡേറ്റ് നമ്മൾ ഇന്ന് കാണാൻ പോവാണ്. രജിസ്ട്രേഷൻ ഫീ എത്രയാണ്, ടോക്കൺ ഫീ എത്രയാണ്, എന്നു മുതലായിരിക്കും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക, എന്നുവരെ ആയിരിക്കും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നീണ്ടു പോകുന്നത്, ആ ഒരു ടൈം എത്രയാണ്, അത് എത്ര ടൈമിൽ ക്ലോസ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്കിന്ന് കാണാം. ആൻഡ് കുറേ കുട്ടികൾക്ക് ഡൗട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ ആ ഒരു വീഡിയോ ചെയ്തതിന്റെ താഴെ ഒരുപാട് കുട്ടികൾ സ്റ്റേറ്റ് കൗൺസിലിംഗിനെ കുറിച്ച്, കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചാണ് ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാൻ സാധിക്കും. ഓക്കെ, സ്റ്റേറ്റ് കൗൺസിലിംഗ് ഇപ്പോൾ വന്നിരിക്കുന്ന സ്കെഡ്യൂൾ, MCCയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന സ്കെഡ്യൂൾ എന്തിൻ്റെയാണ്? ഓൾ ഇന്ത്യ കോട്ട 50% സീറ്റുകൾ, കേരളം ഉൾപ്പെടെയുള്ള എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും 15% MBBS BDS സീറ്റുകൾ, എയിംസ് കോളേജുകളിലേക്ക് പോകേണ്ടവർ, ജിപ്മർ കോളേജുകളിലേക്ക് പോകേണ്ടവർ, AFMCയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ, ഇവർ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് ക്യാമ്പസുകളിൽ പഠിക്കേണ്ട ആളുകൾ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്കെഡ്യൂളാണ് mcc.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിംഗിന്റെ ഡേറ്റും കേരളയുടെ ഡേറ്റ് എപ്പോഴായിരിക്കും അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളയുടെ അലോട്ട്മെന്റിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. ബ്രീഫായിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം. അതിനു മുൻപ് നമുക്ക് സ്കെഡ്യൂൾ നോക്കാം. അപ്പോൾ MCCയുടെ വെബ്സൈറ്റിൽ നടക്കുന്ന ഓൾ ഇന്ത്യ കോട്ട ഡീംഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ കൗൺസിലിംഗ് 21 ജൂലൈയിലാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക. എന്നാൽ സ്റ്റേറ്റിന്റെ കൗൺസിലിംഗ് നടക്കുക, കേരളയുടെ കൗൺസിലിംഗ് നടക്കുക 30 ജൂലൈക്കും 6 ഓഗസ്റ്റിനും 6 ഓഗസ്റ്റിനും ഇടയിലുള്ള ടൈമിലായിരിക്കും കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക, സ്റ്റേറ്റ് കൗൺസിലിംഗ് നടക്കുക. ഏത് ഡേറ്റിലായിരിക്കും? ജൂലൈ 30നും ഓഗസ്റ്റ് 6നും ഇടയിലുള്ള സമയത്തായിരിക്കും നിങ്ങൾക്ക് രജിസ്ട്രേഷനും അതേപോലെ ചോയ്സ് ലോക്കിങ്ങും ചോയ്സ് ഫില്ലിങ്ങും ഒക്കെ നടക്കുക. നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുക. 13 to 14 ഓഗസ്റ്റ് നിങ്ങളുടെ ജോയിൻ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ, ഇപ്പോൾ കേരളത്തിലെ അലോട്ട്മെന്റ് പ്രകാരം അല്ലെങ്കിൽ ബാക്കി സ്റ്റേറ്റുകളുടെ അലോട്ട്മെന്റ് പ്രകാരം ഓരോ സ്റ്റേറ്റിലും ജോയിൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ ഡേറ്റ വെരിഫിക്കേഷനും കാര്യങ്ങളുമാണ്. അപ്പോൾ 30നും 6നും ഇടയ്ക്ക് ഏത് ഡേറ്റിലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 6 ഓഗസ്റ്റിനാണ്. ആ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ കേരളത്തിന്റെ ഫസ്റ്റ് റൗണ്ട് നടക്കും. ഓക്കെ, നിങ്ങൾ ഓൾ ഇന്ത്യയിൽ കൊടുത്തു എന്ന് കരുതി കേരളത്തിൽ കൊടുക്കരുത്, അങ്ങനെ ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കൗൺസിലിംഗിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കേരളത്തിന്റെ കൗൺസിലിംഗിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഡിഫറൻസ് ഉണ്ട്, ആ ഡിഫറൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. യെസ്, അപ്പോൾ കേരളയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 19 മുതൽ ഓഗസ്റ്റ് 29 വരെയാണ്. ഈ ഒരു ദിവസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും കേരളയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് നടക്കാം. ഓക്കെ അല്ലേ? ആൻഡ് റൗണ്ട് 3 കേരളയുടെ എക്സ്പെക്ട് ചെയ്യുന്നത് 9th സെപ്റ്റംബറിനും 18th സെപ്റ്റംബറിനും ഇടയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സെപ്റ്റംബർ, അത് റൗണ്ട് 3 ആയുള്ളൂ. ഇനി സ്ട്രേ വേക്കൻസി റൗണ്ട് ഉണ്ട്. അപ്പൊ ഇത്രയും നാള് നീണ്ടു നിൽക്കുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? അലോട്ട്മെന്റ് പ്രോസസ്സ്. ഞാൻ സ്ട്രേ വേക്കൻസി റൗണ്ട് എടുക്കാഞ്ഞതാണ്, കാരണം കറക്റ്റ് ആയിട്ടുള്ള സ്കെഡ്യൂൾ സിയുടെ വെബ്സൈറ്റിലാണ് ഇനി വരിക. ഇതിപ്പോൾ MCCയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നതാണ്. ഈ ഡേറ്റിനിടയിൽ തന്നെ കേരളയുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കും. പക്ഷെ അത് കറക്റ്റായിട്ട് എന്നാണെന്നുള്ളത്, അതായത് 13th ജൂലൈക്കും 6th ഓഗസ്റ്റിനും ഇടയിലായിരിക്കും. അത് എന്നാണ് എന്നുള്ളത് സിയുടെ വെബ്സൈറ്റിലായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ആ ഒരു സ്കെഡ്യൂൾ വരുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ce.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ, കേരള എൻട്രൻസ് കമ്മീഷണറുടെ ഈ ഒരു വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾക്കിനി കേരളത്തിന്റെ അലോട്ട്മെന്റിന്റെ സ്കെഡ്യൂളും കാര്യങ്ങളും ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസും ഒക്കെ ലഭിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ നീറ്റിന്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നീറ്റ് റിസൾട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ നീറ്റ് റിസൾട്ട് സബ്മിറ്റ് ചെയ്ത് അവിടെ വരുന്ന കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലായിരിക്കും ഈ പറഞ്ഞ 30 ജൂലൈ മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കാൻ പോകുന്ന കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക. ആ ഒരു റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഏത് റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്?
കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിനു മുൻപ് നീറ്റിന്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, വന്നാൽ ഉടനെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം സ്കെഡ്യൂള് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന 13th to ഓഗസ്റ്റ് ആണ്. അപ്പൊ ഓഗസ്റ്റ് 6th-നും ജൂലൈ 13th-നും ഇടയിൽ ഇത് നടക്കും. അപ്പൊ എന്തായാലും ഉടനെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, നീറ്റ് റിസൾട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് എക്സ്പെക്ട് ചെയ്യാം. ഇനി ജസ്റ്റ് ഞാൻ ഇത് ഫീയും കൂടി ഒന്ന് പറയാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത് 5,000 rupees ആണ്. 5,000 rupees ആണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് കേരള സ്റ്റേറ്റ് കൗൺസിലിംഗിൽ അടയ്ക്കേണ്ടത്. ഓക്കെ, അതേപോലെ ഓൾ ഇന്ത്യ അപ്ലൈ ചെയ്തു എന്ന് കരുതിയിട്ട് ഇതിന് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണ്ട, ഞാൻ ഓൾറെഡി ഓൾ ഇന്ത്യയിൽ MBBS-ഉം BDS-ഉം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. നിങ്ങൾ ഓൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്തത് ഓൾ ഇന്ത്യ കോട്ട, കേരളത്തിലെ തന്നെ കാലിക്കറ്റിലേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി പ്രവേശിക്കാം. എന്നാൽ പോലും അത് വേറെ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സാണ് അല്ലെ. അപ്പൊ കേരളത്തിലെ ബാക്കി 85% സീറ്റുകൾ, അതേപോലെ കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ MBBS-ഉം BDS-ഉം ഉണ്ട്. ഹോമിയോയും ആയുർവേദവും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് സ്റ്റേറ്റിന്റെ ഈ ഒരു മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് നമ്മൾ വരണം. അതിന് നമ്മൾ സിയുടെ വെബ്സൈറ്റിലേക്ക് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടക്കേണ്ടതുണ്ട്. ഇതിപ്പോ MBBS-ന്റെയും BDS-ന്റെയുമാ. ഇപ്പൊ MBBS-നും BDS-നും അതേപോലെ ഹോമിയോപ്പതി, ആയുർവേദം, യുനാനി, സിദ്ധ തുടങ്ങിയ കോഴ്സുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ നിങ്ങൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ അടക്കേണ്ടതായിട്ടുണ്ട്. MBBS-നും BDS-നും വേണ്ടി 5,000 rupees അടച്ചവര് പിന്നെ ആയുർവേദത്തിനും ഹോമിയോയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് ഫീസ് അടക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടെയും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കും. സിയുടെ വെബ്സൈറ്റിൽ അതിന് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ഓൾറെഡി MBBS-നും BDS-നും 5,000 രൂപ അടച്ചവര് അവിടെ പോയിട്ട് പിന്നീട് ഫീസ് അടക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്നാൽ ഓൾ ഇന്ത്യ കോട്ട അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഞാൻ അവിടെ രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കേരളയിൽ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. രണ്ടും ഒന്ന് സ്റ്റേറ്റ് നടത്തുന്നതാണ് അല്ലെ, ഒന്ന് MCC വഴി നടക്കുന്നതാണ്. അപ്പൊ രണ്ടിടത്തും നിങ്ങൾ അടയ്ക്കണം. എന്നാൽ കേരളയുടെ തന്നെ ഹോമിയോപ്പതിയുടെയും ആയുർവേദത്തിന്റെയും ഒക്കെ അലോട്ട്മെന്റിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കും. അപ്പോൾ ഈ ഒരു 5,000 വീണ്ടും നിങ്ങൾ അവിടെ അടയ്ക്കേണ്ടതായിട്ടില്ല. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ SC, ST, OEC കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് ഈ 5,000 രൂപ 5,000 rupees അടയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾ 500 രൂപയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അതേപോലെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ, ജുവനൈൽ ഹോം, നിർഭയ ഹോം, ശ്രീ ചിത്ര ഹോം ഇവിടെയുള്ള കുട്ടികളും കാൻഡിഡേറ്റ്സും 500 രൂപ 500 rupees അടച്ചാൽ മതി. ഈ 5,000 രൂപ അടയ്ക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഫീ നഷ്ടപ്പെടത്തൊന്നുമില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങളുടെ ട്യൂഷൻ ഫീയിൽ ഈ ഒരു 5,000 റെഡ്യൂസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ടേ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അതേപോലെ ഈ 500 രൂപ അടയ്ക്കുന്ന SC, ST, OEC കാറ്റഗറിയിൽ വരുന്ന കുട്ടികളൊക്കെ അവരുടെ കോഷൻ ഡെപ്പോസിറ്റിൽ ഈ 500 രൂപ കുറയ്ക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ഫീ ഏതെങ്കിലും ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ് ത്രൂവോ അതോ ഓൺലൈൻ ആയിട്ടോ നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തത് അതുവഴി നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. സീറ്റ് കിട്ടിയിട്ട് ഉപേക്ഷിച്ച് പോകുന്നവർക്കും സീറ്റ് കിട്ടിയിട്ട് അലോട്ട്മെന്റ് എടുക്കാത്തവർക്കും ഒന്നും ഇത് ആപ്ലിക്കബിൾ അല്ല. യെസ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയാത്തത് കേട്ടോ. ആൻഡ് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കേരള അലോട്ട്മെന്റിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. MBBS-ന് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുന്ന കുട്ടികൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതുണ്ട്. 1,00,000 രൂപ എൻട്രൻസ് കമ്മീഷണർക്ക് നിങ്ങൾ ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കണം. NRI കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടിയാൽ 5,00,000 രൂപ ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കണം. ഓക്കെ, അത് സിയുടെ സൈറ്റിലാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനി ഡെന്റൽ കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ എല്ലാ കുട്ടികളും NRIയിലെ കുട്ടികളാണെങ്കിലും അല്ലാത്ത കുട്ടികളാണെങ്കിലും 1,00,000 രൂപ എൻട്രൻസ് കമ്മീഷണർക്ക് ടോക്കൺ ഫീ ആയിട്ട് കൊടുക്കണം. അപ്പൊ കോളേജിൽ ചെല്ലുന്നതിന് മുൻപ് രജിസ്ട്രേഷൻ ഫീ ഉണ്ട് 5,000, അതേപോലെ ടോക്കൺ ഫീയും വരുന്നുണ്ട്. ഒന്നുകിൽ 1 lakh, NRI ആണെങ്കിൽ MBBS-ന് 5 lakh, BDS-ന് എല്ലാവരും 1 lakh. ഓക്കെ, ഇനി ഗവൺമെന്റ് മെഡിക്കൽ ഡെന്റൽ കിട്ടുന്ന കുട്ടികൾ കംപ്ലീറ്റ് ഫീയും എൻട്രൻസ് കമ്മീഷണർക്ക് അടച്ചിട്ടാണ് ആ റെസിപ്റ്റുമായിട്ടാണ് കോളേജിലേക്ക് ചെല്ലേണ്ടത്. അപ്പൊ 23,150 രൂപയാണ് എൻട്രൻസ് കമ്മീഷണർക്ക് നിങ്ങൾ അടയ്ക്കേണ്ട ട്യൂഷൻ ഫീ. എന്നാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ റെഡ്യൂസ് ചെയ്ത്
ആ ഒരു ഫീ കുറച്ചിട്ട് ബാക്കിയുള്ള ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, പിന്നെ കുറെ മിസ്ലേനിയസ് ഫീ ആയിട്ട് 1740, വാൻ ഫീ ആയിട്ട് 1740, കോഷൻ ഡെപ്പോസിറ്റ് കാണും ഒരു 2500ഓളം, അഡ്മിഷൻ ഫീ, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീ എന്നൊക്കെ പറഞ്ഞ ഒരു കുറച്ച് എമൗണ്ട് അവിടെയും കാണും. എങ്ങനെയാണെങ്കിലും ഒരു 32,000 രൂപ മൊത്തത്തിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. ട്യൂഷൻ ഫീ ഉൾപ്പെടെ മൊത്തത്തിൽ ഇത്രയും അടയ്ക്കണം. എന്നാൽ SC ST OEC കാറ്റഗറി കുട്ടികൾക്കൊന്നും ട്യൂഷൻ ഫീ ഇല്ല. അത് നിങ്ങൾക്ക് അറിയാലേ, ആ ഒരു കാൻഡിഡേറ്റ്സിന് ട്യൂഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടില്ല. രജിസ്റ്റേർഡ് ഫിഷർമാൻ അവരുടെ മക്കളൊക്കെ എന്താണ് ട്യൂഷൻ ഫീ യാതൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പോൾ രജിസ്ട്രേഷൻ ഫീ നിങ്ങളുടെ കോഷൻ ഡെപ്പോസിറ്റിൽ റെഡ്യൂസിങ്, നിങ്ങൾക്ക് കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കണം, അതിലായിരിക്കും 500 രൂപ നിങ്ങൾക്ക് കുറയ്ക്കുക. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റേറ്റ് കൗൺസിലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ MCCയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ കോട്ടയുടെ അലോട്ട്മെന്റ് ആണ്, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ്. ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റുകൾ, എയിംസ്, ജിപ്മർ ഇങ്ങനത്തെ ക്യാമ്പസുകളാണ്. സ്റ്റേറ്റിന്റെ കൗൺസിലിംഗ് നമ്മൾ കണ്ടു, എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിന്റെ രജിസ്ട്രേഷൻ ഫീ കണ്ടു. കേരളത്തിലെ 85% ഗവൺമെന്റ് സീറ്റുകൾ, അതേപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ സീറ്റുകൾ, NRI സീറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ സീറ്റുകളിലേക്കും അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക സ്റ്റേറ്റ് കൗൺസിലിങ്ങിലൂടെയാണ്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 13th മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന, ജൂലൈ 13th ആരംഭിക്കുന്ന സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. യെസ്, അപ്പോൾ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.